റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കാറുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെയും നമ്മൾ റേഷ്യോ അനാലിസിസിൽ തന്നെ വരുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ റേഷ്യോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: From the following information, prepare a summarized balance sheet as on 31st March 2022. Working capital 1,20,000, reserve and surplus 80,000, bank overdraft 20,000, proprietary ratio 0.5, that is fixed asset to shareholders fund ആണ്. Current ratio 2.5, liquidity ratio 1.5. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ വർക്കൗട്ട് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് പരമാവധി ഐറ്റംസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും കണ്ടെത്തുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 2.5:1 ആണ്. അതായത് 2.5 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് ലാബിലിറ്റിയെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് അസറ്റ് 2.5 ആണ്, കറണ്ട് ലാബിലിറ്റി എത്രയാണ്? 1 ആണ്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് 2.5 മൈനസ് 1 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 1,20,000 ആണ്. ഇപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 1,20,000 ഇൻറ്റു നമുക്ക് കണ്ടെത്തേണ്ടത് കറണ്ട് അസറ്റ് ആണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 2.5 ആണ്. ഇപ്പോൾ ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 1,20,000 എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തിയത് 1.5 ആണ്. അപ്പോൾ 2 lakh എന്ന് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇതേപോലെ കറണ്ട് ലാബിലിറ്റിയും കണ്ടെത്താം. 1,20,000 ഇൻറ്റു കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ 1 ആണ്. ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1.5 ആണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ. ഇപ്പോൾ 80,000 എന്ന് കറണ്ട് ലാബിലിറ്റി കിട്ടും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ. അതായത് തന്നിട്ടുള്ള 1.5:1 ആണ്. എന്ന് പറഞ്ഞാൽ 1.5 ലിക്വിഡ് അസറ്റും അതേപോലെ അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ് 1 എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയും ആണ്. കറണ്ട് ലാബിലിറ്റി നമുക്കറിയാം 80,000 ആണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് എങ്ങനെ കിട്ടും? 80,000 ഇൻറ്റു 1.5. ക്വിക്ക് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 1.5 ആണ്. ഡിവൈഡ് ബൈ 1 1,20,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റോക്കിനെ കണ്ടെത്താൻ പറ്റും. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും ക്വിക്ക് അസറ്റ് കുറച്ച് കഴിഞ്ഞാലാണ് സ്റ്റോക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 2 lakh മൈനസ് 1,20,000 80,000 എന്ന് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറച്ച് ലാബിലിറ്റീസ് തന്നിട്ടുണ്ട്. കറണ്ട് ലാബിലിറ്റി ടോട്ടൽ കറണ്ട് ലാബിലിറ്റി 80,000 ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് 20,000 എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ബാക്കി അതർ കറണ്ട് ലാബിലിറ്റി, അതായത് 80,000 20,000 കുറച്ചിട്ട് അതർ കറണ്ട് ലാബിലിറ്റി എന്നും പറഞ്ഞിട്ട് നമ്മൾ 60,000 കൊടുക്കുകയാണ്. അത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ പോലെയുള്ള കറണ്ട് ലാബിലിറ്റികളാകാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന മറ്റൊരു റേഷ്യോ ആണ് റേഷ്യോ ഫിക്സ്ഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. തന്നിട്ടുള്ള എത്രയാണ്? 0.75:1 ആണ്. 0.75 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിക്സ്ഡ് അസറ്റിനെയും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്രയാണ്? 1 ആണ്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 1 ആണ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ 0.75 ആണ്. അങ്ങനെയാകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ ഇതിൽ എത്രയായിരിക്കും? 1 മൈനസ് എന്ത് കണ്ടു കഴിഞ്ഞാൽ മതി? 0.75 കണ്ടു കഴിഞ്ഞാൽ 0.25 എന്ന് നമുക്ക് ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. 0.25 എന്ന് നമുക്ക് ഏതിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഫിക്സ്ഡ് അസറ്റും ഒക്കെ കണ്ടെത്താം. വർക്കിംഗ് ക്യാപിറ്റൽ 1,20,000 നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണാൻ 1,20,000 ഇൻറ്റു 1 ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ. ഡിവൈഡ് ബൈ 0.25 കണ്ടു കഴിഞ്ഞാൽ 4,80,000 എന്ന് കിട്ടും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് 80,000 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കും? 4,80,000 എന്ന് പറയുന്ന ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്നും 80,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 4 lakh. അതായിരിക്കും എന്ത്? ഷെയർ ക്യാപിറ്റൽ.
ഇനി ഫിക്സ്ഡ് അസറ്റ് കാണാൻ 1,20,000 ഇൻറ്റു 0.75 ആണ് ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ. ഡിവൈഡ് ബൈ 0.25 കണ്ടു കഴിഞ്ഞാൽ 3,60,000 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഐറ്റംസിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഷെയർ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയ എത്രയാണ്? 4 lakh ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് ക്വസ്റ്റ്യനിൽ 80,000 ഉണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 20,000 ഉണ്ട്. ബാക്കിയുള്ള കറണ്ട് അസറ്റ് 60,000 നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ഫിക്സ്ഡ് അസറ്റ് 3,60,000, സ്റ്റോക്ക് 1,20,000. ഇനി ബാക്കിയുള്ള കറണ്ട് അസറ്റ് 80,000 എന്ന്. അപ്പോൾ ടോട്ടൽ 5,60,000 നമുക്ക് രണ്ട് സൈഡിലും കിട്ടും. ഓക്കെ, ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് വരക്കാം. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വെർട്ടിക്കൽ രൂപത്തിലാണ് ബാലൻസ് ഷീറ്റ് വരക്കേണ്ട പുതിയ രൂപം വരുന്നത്. ആ രൂപത്തിലും വരക്കാം, രണ്ട് രൂപത്തിൽ വരച്ചാലും തെറ്റൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേ രൂപത്തിൽ തന്നെ പൊതുവെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഷോ വർക്കിംഗ് ക്യാപിറ്റൽ 3 lakh, റിസർവ് ആൻഡ് സർപ്ലസ് 4 lakh, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2,40,000, കറണ്ട് റേഷ്യോ 1.75, ലിക്വിഡ് റേഷ്യോ 1.15, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് 0.75. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ലോങ് ടേം ലാബിലിറ്റീസ് നില്ല്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഷോ വർക്കിംഗ് ക്യാപിറ്റൽ 75,000, റിസർവ് ആൻഡ് സർപ്ലസ് 1 lakh, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് 60,000, കറണ്ട് റേഷ്യോ 1.75, ലിക്വിഡ് റേഷ്യോ 1.15, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് 0.75, ലോങ് ടേം ലാബിലിറ്റീസ് നില്ല്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സെയിം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 1,50,000, റിസർവ് ആൻഡ് സർപ്ലസ് 2 lakh, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 1,20,000, കറണ്ട് റേഷ്യോ 1.75, ലിക്വിഡ് റേഷ്യോ 1.15, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് 0.75, ലോങ് ടേം ലാബിലിറ്റീസ് നില്ല്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് മാക്സിമം പഠിക്കുക. പൊതുവെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതേ രൂപത്തിലാണ്. ഐറ്റംസ് കണ്ടെത്തിയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്